ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്നാൽ മൂത്ത മോനും രണ്ടാമത്തെ മോനും പരീക്ഷകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരെ പുസ്തകങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ മൂത്ത മോനേക്കാളും കൂടുതൽ പുസ്തകം എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ മോനാണ് കേട്ടോ. കാരണം അവന് മലയാളം പുസ്തകങ്ങൾ തന്നെ ഒരു 2 ഉണ്ടാവും. പിന്നെ ആക്ടിവിറ്റി ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ശരിയാക്കാനുള്ള അങ്ങനെ ഡസൻ കണക്കിന് പുസ്തകം രണ്ടാമത്തവന് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ ഞാൻ റാക്കുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റേക്കും അലങ്കോലമായിട്ടൊക്കെ കിടക്കണേ കേട്ടോ. കാരണം ഇവർ പുസ്തകത്തിലേക്ക് ചിലപ്പോൾ ചിത്രങ്ങളോ പടങ്ങളോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവർ പഴയ പുസ്തകത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നിട്ട് ആ പുസ്തകങ്ങളിൽ നിന്ന് വലിക്കും കേട്ടോ. അപ്പോൾ ആ പുസ്തകങ്ങളിൽ നിന്ന് വലിക്കുമ്പോൾ അതുപോലെ തന്നെ പിന്നെ വെക്കൽ അവർക്ക് കുറവാണേ. അത് കാരണം കൊണ്ട് ആകെ അതും ആ റാക്ക് മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ റാക്കും നമുക്ക് ഒതുക്കി വെക്കണം. ഇപ്പം നീ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ റാക്കിൽ നിന്ന് പുസ്തകം എടുക്കണതിൻ്റെ ഇടയിൽ അവന് പണ്ടത്തെ ഡിക്ഷണറി കിട്ടിയിട്ടാണ്. അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എന്ത് ഡിക്ഷണറിയാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ സ്പെല്ലിങ്ങിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് പണ്ടൊക്കെ ഡിക്ഷണറി വഴിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നേരിട്ട് ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ പറഞ്ഞു തരും. പണ്ടൊന്നും ഞങ്ങൾക്ക് നേരിട്ട് ടീച്ചറോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അന്നത്തെ കുട്ടികളുടെ കയ്യിലും ഡിക്ഷണറി ഉണ്ടാവാണ്ടിരിക്കില്ല, മിക്ക കുട്ടികളുടെ കയ്യിലും ഡിക്ഷണറി ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ ഓരോ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് 100 തവണ അവരോട് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതിന് ശേഷമാണ് കേട്ടോ വന്ന് ഈ ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഞാനും ചിന്തിക്കുക, എൻ്റെ അമ്മയും എത്ര പ്രാവശ്യം നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ മാത്രമാണ് പോവാറ് അല്ലേ. അപ്പോൾ ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫീലിങ്സ് വരണേ കേട്ടോ. ഒരു കാര്യം ചെയ്യണതിന് പകുതി എനർജി നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ള എനർജിയിലാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അവരന്ന് ചെയ്ത് വളരേണ്ട പ്രായമാണല്ലോ അവരുടെ. ചെറുതായാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പറയണ്ട, നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കൂടി അവരെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീരെ മടിയന്മാരായി പോവില്ലേ. അപ്പോൾ അവരെ കൊണ്ട് പറ്റണത് ചെയ്യിക്കാൻ ഇപ്പോഴും ഞാൻ പരിശ്രമിക്കും കേട്ടോ. അപ്പോൾ കറണ്ട് പോയിട്ടാ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഫാനും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്ത മോൻ പറഞ്ഞു, അയ്യോ കറണ്ട് ഇല്ലാട്ടമ്മ, ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുള്ളൂ കേട്ടോ, അമ്മേനെ സഹായിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ കുറച്ചൊക്കെ ബുക്കുകളൊക്കെ ഒതുക്കി ഞാൻ പേപ്പറൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റാക്കുകളിന്മേലൊക്കെ. അതിൽ കൊണ്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേർക്കാം, എന്തൊരു ചൂടാണ്, വേർത്തിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് നേരമൊക്കെ സഹായിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു, നമ്മുടെ അമ്മമാരൊക്കെ എത്ര വിയർപ്പും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണല്ലോ അല്ലേ ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരണതല്ലേ. അപ്പോൾ പണ്ടൊക്കെ അവർ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ ഞാൻ നന്നായിട്ട് വർക്കും പണിയും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഒരു മുതിർന്നപ്പോഴാണ് അതൊക്കെ ഭയങ്കര മടിയായിട്ട് തോന്നിയത് കേട്ടോ. ചെയ്യാൻ ഇഷ്ടമില്ലാണ്ടായതും പറഞ്ഞെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കണ ഒരു ഇതായി മാറിയിട്ടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാലത്ത് പോലും വളരെ വിമുഖമായിട്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തതൊക്കെ. ഇപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് പരിചയമില്ലാത്ത അപ്പച്ചനെയും അമ്മേനെയും ഒക്കെ പരിചരിക്കലും അവരുടെ മെഡിസിൻ കൊടുക്കലും അവരുടെ ഫുഡ് നേരത്തെ കൊടുക്കലും അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ഉഴപ്പം മട്ടിലാണ് ചെയ്യണേ. ഇപ്പം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കൂടി എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വയസ്സായ ആൾക്കാരാണ്, ഇവരുടെ കാര്യങ്ങളാണ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കണമല്ലോ. അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വീടുമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ വളരെയധികം പോക്ക് വരെ കുറവായി തുടങ്ങി. ഈസ്റ്റർ വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് പോയി കണ്ടു എന്നുള്ളൊരു പ്രയോറിറ്റിയിലായി. നിൽക്കലൊക്കെ വളരെയധികം കുറഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കും ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മളതിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കണത് കേട്ടോ. അങ്ങനെ ഒരുവിധം റൂമൊക്കെ പുസ്തകങ്ങളൊക്കെ പഴയ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത നോട്ട്ബുക്കുകളൊക്കെ വേറെ കാർഡ്ബോർഡുകളിലൊക്കെ ആക്കി ഈ ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ജനലുകളും ഒക്കെ തുടയ്ക്കുന്നുണ്ട്, നന്നായിട്ട് പൊടി
പൊടിയൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട്. ഈ റൂമിലധികം കുഴപ്പമില്ല, ഒതുക്കൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ചെറിയ ബുക്കുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. മക്കൾ കളിക്കണതും ഇവിടെയൊക്കെ ഈ റൂമിൽ വന്നിട്ട് കളിക്കണ കാരണം കൊണ്ട് കുറച്ച് അഴുക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അടിച്ചോരി, പിന്നെ മാറാമ്പലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞു കേട്ടോ. എൻ്റെ മൂന്നാമത്തെ മോള് കിടന്ന് ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവളെങ്ങാനും വീഴുമോ, അതിൽ ചവിട്ടാൻ വന്നു കഴിഞ്ഞാൽ കാല് വഴുതി വീഴുകയെ. അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം, ഇവളെന്താ ചെയ്യണേ, ഇവളെന്ത് കുറുമ്പ കാണിക്കണേന്ന്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എത്ര എഫേർട്ട് എടുക്കണം എന്നറിയും. നമ്മുടെ ഫുൾ എനർജി ഈ മോളുടെ കാര്യത്തിലും നമ്മൾ ചെയ്യണ വർക്കിലും കൂടി ചെയ്യണേ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ജനലേമലൊക്കെ കയറാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കയറില്ലേ എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ചീത്തയൊന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ച് എന്ന് പറഞ്ഞ് ഒന്ന് കളിപ്പിച്ചിട്ട് അവളെ അവിടെ നിർത്തിയിട്ടാണ്. അത് കഴിഞ്ഞ് അകമൊക്കെ തുടച്ച് നീറ്റാക്കിയിട്ടാണ്. ഒരുവിധം 2 അകവും തുടച്ചു ക്ലീനാക്കി. ഒരുവിധം എല്ലാം 2 അകങ്ങളും നന്നായി ക്ലീനാക്കിയിട്ടാണ്. എന്നെ അത്ര ക്ലീനായോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരുവിധം എന്നെക്കൊണ്ട് കഴിയണ രീതിയിൽ ഞാനതൊക്കെ വൃത്തിയാക്കലും ക്ലിയറാക്കലും ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ